രാജ്യത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി വേറെ ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോയി. അതാണ്. അപ്പോൾ ഏതായാലും ശബരിമലയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ സാമ്പത്തികമായിട്ടുള്ള തിരിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ എല്ലാവരും സംശയിക്കപ്പെടുന്നു. ഇപ്പോൾ കോടതി ആണല്ലോ അവിടെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരണം. രമേശ് ചെന്നിത്തല പറഞ്ഞതിലും കാര്യമുണ്ട്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ സ്വഭാവം പരിശോധിച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാറുണ്ട്. കാരണം സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമല്ല, സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ശബരിമലയൊക്കെ പോലെയുള്ള അത്രയും വിശ്വാസികൾക്ക് ആത്മീയമായിട്ടുള്ള പ്രാധാന്യവും ബഹുമാനവുമുള്ള കേന്ദ്രം, അവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭരണകൂടം അതിനെ കൈയും കെട്ടി നോട്ടി നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പം അതിനൊക്കെയുള്ള പ്രതികരണം തെരഞ്ഞെടുപ്പിലുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമി അമീറുമായിട്ട് നേരത്തെ കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. പക്ഷെ അപ്പോഴും UDF വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെയാണ് വിമർശിക്കുകയാണ്. അവർക്കും ബന്ധമുണ്ട്. പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട്. ആർക്ക്? CPM-ന്. അത് വിചാരിച്ചാൽ മതി. ഇപ്പോഴുണ്ട്. ഞങ്ങളുടെ കോഡൂർ പഞ്ചായത്തിൽ അവരുമായിട്ട് ഒരു ചില വാർഡുകളുടെ ധാരണയുണ്ട്. ഇപ്പം ഈ ജമാഅത്തെ ഇസ്ലാമി UDF-ന് തങ്കക്കുടമായി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടോ? UDF-ന് ജനങ്ങളുടെ വോട്ട് ലഭിക്കും. അതിലിപ്പോൾ എല്ലാവരുടെ വോട്ടും ഉണ്ടാവും. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് മാത്രമല്ല UDF-ന് ലഭിക്കാറുള്ളത്. ജമാഅത്തെ ഇസ്ലാമി മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ള നിലപാട് ലീഗ് ആ നിലയ്ക്ക് തന്നെ കാണുന്നു. ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാട് അവരാണ് മാറ്റിയത്, UDF അല്ല മാറ്റിയത്. ജമാഅത്ത് ഇസ്ലാമി നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാണ്. പിന്നെ കുറച്ചു കാലമായിട്ട് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് പിന്നെ നയം അതാണല്ലോ കേന്ദ്രത്തിൽ. അപ്പം അതിനെതിരെ കോൺഗ്രസുമായിട്ടൊക്കെ സഹകരിക്കണം, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ UDF-ന് വോട്ട് തരുന്നുണ്ടാവും. അത് നമുക്ക് വേണ്ടെന്ന് പറയണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഇങ്ങനെ തുടരെ പറയുന്നത്? അതായത് ജമാഅത്തെ ഇസ്ലാമിക്കല്ല മാറ്റം വന്നത്, UDF-നാണ് മാറ്റം വന്നത്. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ അവർക്ക് വോട്ട് കൊടുത്തിരുന്നു, ഇടതുപക്ഷത്തിന്. അത് മാറി UDF-ന് ആണ് കിട്ടുക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടുള്ള ഒരു പ്രയാസമായിരിക്കാം. അത്രേ ഉള്ളൂ. മറ്റൊരു വിഷയം, ഈ മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകള് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനെതിരെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ളൊരു സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള മതസംഘടനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അതിനെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആ മോള് ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ആ മോള് അവിടെ ഹോർത്തൂസ് പരിപാടിക്ക് അവർ ക്ഷണിക്കപ്പെട്ടു, കുട്ടി പോയി. ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില 1-2 അഭിപ്രായങ്ങൾ ഇങ്ങനെ വേറിട്ട് നിർത്തിയിട്ടൊന്നും വിവാദം ഉണ്ടാക്കുന്നതൊന്നും കാര്യമില്ല.